ഞാനുള്ളത് ഇന്ന് മീന ബസാറിലാണ്. മീന ബസാറിന്റെ കാഴ്ചയാണ് ഇന്ന് കാണാൻ നോക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്ത് നോക്കില്ല. മീന ബസാർ എന്നുള്ള പേര് എങ്ങനെ വന്നു, എങ്ങനെ ജനിച്ചു എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. മീന ബസാർ എന്ന് പറഞ്ഞ ഐശ്വര്യമുള്ള സ്ഥലം ദുബായിൽ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല. सभी लोग को नमस्कार। बर दुबई में मीना बाजार में बहुत अच्छा बिजनेस चलता है। मैं अगले 10 साल से दुबई में रहता हूँ। बहुत अच्छा है, कोई भी बिजनेस करना चाहता है दुबई में आ जाओ। बर दुबई में अच्छा बिजनेस चलता है। बाजार में ये भी बहुत अच्छा चल रहा है, बिजनेस भी अच्छा चल रहा है। मीना एरिया में बहुत गुड एरिया है. മീന ബസാർ വളരെ നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക, പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക. मीना बाजार में मलबार का पूरा चल रहा है, बिजनेस कर रहा है. മീന ബസാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിലോ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ നമ്മുടെ കമ്പനി പ്രശ്നമുണ്ടെങ്കിലോ ഈ മീന ബസാറിൽ കൂടെ ഒന്ന് കറങ്ങിയുണ്ടല്ലോ വളരെ ഹാപ്പിയാവും. ഒരു പുണ്യഭൂമിയെ കൂടെ പോകുന്ന പോലെ നമ്മുടെ ഈ മീന ബസാർ അറിയോ. ये मीना बाजार पर दुबई बहुत अच्छा है. यहाँ पे हर चीज़ अच्छा मिलता है. मीना बाजार में पर दुबई में शॉप भी अच्छा है. यहाँ आ जाओ, ले जाओ, बहुत अच्छी चीज़ है. ഈ മീന ബസാർ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ 11 മാസമായി വന്നിട്ട് ഒരു രക്ഷയില്ല, അടിപൊളി. ഞാനിപ്പോ ഇവിടെ ഫസ്റ്റ് മീന ബസാറിൽ ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു ദേരയില് അവിടെയൊക്കെ. പക്ഷെ മീന ബസാർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, തിരക്കിട്ടൊരു സ്ഥലങ്ങളാണ്, കാഴ്ചകളും ഒരുപാട് ടൂറിസ്റ്റുകളും. മീന ബസാറിനെ കുറിച്ച് എന്താ പറയാ? മീന ബസാർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാട്ടുകാർ, നമ്മളെ ചങ്ങായിമാര് ഉള്ള സ്ഥലം. പിന്നെ ദുബൈയിൽ വന്ന് ഇവിടെ ക്ലൈമറ്റും എല്ലാം നമ്മളെ ജീവിതം എല്ലാം ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നത്. നമ്മൾ ഇവിടെ സമാധാന സന്തോഷം എല്ലാം. ഹലോ, സലീം ഭായാണ് സിറ്റി വേന്ന്. നമുക്ക് 3 ഷോപ്പുണ്ട് മീന ബസാറിൽ. ഈ അസ്റ്റോറിന്റെ മുമ്പിൽ ഒന്ന്, പിന്നെ മലബാർ ഗോൾഡിന്റെ അടുത്തൊന്ന്, പിന്നെ മീന ബസാറിലൊന്ന്. 25 കൊല്ലമായി മീന ബസാർ. ഇതുപോലെ നല്ലൊരു ഷോപ്പിംഗ് മാളും നല്ല സൂക്കുമുള്ള വേറൊരു പ്രദേശം ദുബൈയിൽ അപൂർവമാണ്. മീന ബസാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാ? ബർ ദുബൈ ദ ഫ്രണ്ട് ഓഫ് ദ അസ്റ്റോറിയ ഹോട്ടൽ. പിന്നെ ഫുള്ളായിട്ട് ഈ മീന ബസാറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സാധനം വേണ്ടത് എല്ലാം കിട്ടും. അതാണ് മീന ബസാർ. മീന ബസാറിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടൂറിസ്റ്റ് കസ്റ്റമർ ഇറങ്ങുന്ന ഒരു പ്ലേസാണ് മീന ബസാർ. മീന ബസാർ എന്ന് പറഞ്ഞാൽ അൽഫൈദി സ്ട്രീറ്റ് മുതൽ മീന ബസാർ കോസ്മോസ് ലൈൻ വരെ. ഇപ്പം നമുക്കെന്ന് വെച്ചാൽ കസ്റ്റമർ മാത്രമല്ല, നമുക്കൊരു നാട്ടിൽ പോയ ഫീലിങ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. എപ്പം നോക്കിയാൽ ഇന്ത്യൻ കസ്റ്റമറും അങ്ങനെ പല നാട്ടുകാരും ഇവിടെ വന്നിട്ട് എടുത്തുകൊണ്ട് വന്നൊരു സ്ഥലമാണ് മീന ബസാർ. നമ്മുടെ നാട്ടിലെ പേരന്നെ, നമ്മളെ ബോംബെയിലെ മീന മാർക്കറ്റ് പോലെ തന്നെ ഒരു മാർക്കറ്റാണ് മീന ബസാർ, ദുബൈയിലെ പേര്. മീന ബസാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് 100 നാക്കാം മീന ബസാറിനെ പറ്റി പറയാൻ. ഡ്രസ്സും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഒരുപാട് ബിസിനസ്സിൻ്റെ ഒരുപാട് മുകളിലോട്ടാണ് മീന ബസാർ. അതുപോലെ തന്നെ മീന ബസാർ എന്നുള്ള പേരിനൊരു കഥയുണ്ട്. റെഡ്ഡി കറി എന്നുള്ളൊരു വ്യക്തി ഉത്തരേന്ത്യയിൽ നിന്ന് 1964 ഈ മീന ബസാറിൽ വന്നത്. ഒരു പിഞ്ച് 14 വയസ്സിൻ്റെ മകളുണ്ടായിരുന്നു. ആ മകൾ എന്തുകൊണ്ടാണ് നമുക്ക് ഹോൾസെയിൽ ബിസിനസ് ഇവിടെ ക്ലോത്തിൻ്റെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയ ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൻ്റെ പേരാണ് മീന. അതുകൊണ്ടാണ് മീന ബസാർ എന്നുള്ള പേര് വന്നത്. ഒരു ദിവസം 1 രൂപയ്ക്ക് റൊട്ടി തിന്നുന്ന ഒരു ആൾക്കാർ അനേകം, അതുപോലെ തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടൽ കഴിയുന്ന ആൾക്കാർ അനേകം. അതുകൊണ്ട് ഒരുപാട് കാഴ്ചകൾ കണ്ട് മീന ബസാറിൻ്റെ ഇതുപോലെ ചാനൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.